ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിഡയം. കാർപ്പിഡയത്തിൻ്റെ മറ്റൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് നോക്കുന്നത് വ്യത്യസ്ത ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്കുള്ള ഒരു കോമൺ സിലബസാണ്. അതായത് HSS ഹിസ്റ്ററി ആണെങ്കിലും സെറ്റ് ഹിസ്റ്ററി ആണെങ്കിലും UGC നെറ്റ് ഹിസ്റ്ററി ആണെങ്കിലും അതിനൊക്കെ എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ സിലബസും അതിന് നിങ്ങൾ റെഫറൻസ് ചെയ്യേണ്ട പുസ്തകങ്ങളാണ്. ഓരോ ഭാഗത്തും ഏത് പുസ്തകമാണ് റെഫർ ചെയ്യേണ്ടത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഗൈഡിനെ മാത്രം നോക്കിയിട്ടോ ഏതെങ്കിലും ആപ്പിനെ നോക്കിയിട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമാണ് ഇതൊക്കെ നേടാൻ കഴിയുള്ളൂ എന്ന് അറിയുന്നവരാണ് നമ്മളെല്ലാവരും. സോ നമുക്ക് ആദ്യം നോക്കാം. സിലബസിലെ ആദ്യ ഭാഗം ആൻഷ്യൻ്റ് ഹിസ്റ്ററി ആണ്. സോ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന രണ്ട് പുസ്തകങ്ങളാണ്. ഒന്ന് ആൻഷ്യൻ്റ് ഇന്ത്യ ബൈ R.S. ശർമ്മ, ദെൻ ഇന്ത്യാസ് ആൻഷ്യൻ്റ് പാസ്റ്റ് ബൈ R.S. ശർമ്മ. ഈ രണ്ട് പുസ്തകങ്ങളാണ് നമുക്ക് ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പോസ്റ്റ് ഗുപ്ത പീരിയഡ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന പുസ്തകങ്ങളാണ്. ഇന്ത്യാസ് ആൻഷ്യൻ്റ് പാസ്റ്റും ആൻഷ്യൻ്റ് ഇന്ത്യയും. ഇത് രണ്ട് R.S. ശർമ്മയുടെ പുസ്തകമാണ്. ഈ പുസ്തകം നോട്ട് ചെയ്ത് വെക്കുക. അത് മാക്സിമം വായിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അടുത്തത് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട, അതായത് കുറച്ച് മോഡേൺ ഹിസ്റ്ററി അല്ല, അതിന് മുമ്പുള്ള ഹിസ്റ്ററി നോക്കണമെങ്കിൽ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡിഗ്രിയിലും പോസ്റ്റ് ഗ്രാജുവേഷനിലും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ പേര് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ശ്രീധര മേനോൻ്റെ പുസ്തകമാണ് എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി. കേരള ഹിസ്റ്ററിയെക്കുറിച്ച് അറിയാൻ ഈ പുസ്തകം ഉപകരിക്കും. ദെൻ മിഡീവൽ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ നമുക്ക് മിഡീവൽ ഇന്ത്യയിൽ നമുക്കറിയാം ഏർലി സുൽത്താനേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് മുഗൾ പീരീഡ് ഉണ്ട്. അതിനുശേഷം മുഗൾ പീരീഡിന് ശേഷമുള്ള റീജിയണൽ സ്റ്റേറ്റ്സ് ഉണ്ട്. സോ അതിൽ ഏർലി മിഡീവൽ പീരീഡ് അതുപോലെ സുൽത്താനേറ്റ് ഈ കാലഘട്ടത്തിനെ കുറിച്ച് അറിയാൻ പറ്റിയ പുസ്തകം പറയുന്നത് മിഡീവൽ ഇന്ത്യ ഫ്രം സുൽത്താനേറ്റ് ടു മുഗൾസ്. സതീഷ് ചന്ദ്രയുടെ പുസ്തകമാണ് മിഡീവൽ ഇന്ത്യ ഫ്രം സുൽത്താനേറ്റ് ടു മുഗൾസ്. അതുപോലെ മുഗൾ എംപയറിനെ കുറിച്ചാണെങ്കിൽ എ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ ബൈ ഈശ്വരി പ്രസാദിൻ്റെ എ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ ഉപകരിക്കും. അടുത്തത് അതുപോലെ തന്നെ റീജിയണൽ കിങ്ഡംസിനെ കുറിച്ച് അറിയാനും എ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ ഉപകരിക്കും. ദെൻ ഭക്തി മൂവ്മെൻറ്റ്, അതും എ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ ബൈ ഈശ്വരി പ്രസാദ്. ദെൻ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി പല്ലവ, ചോള, ചേരാസ്, അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പുസ്തകമാണ് നീലകണ്ഠ ശാസ്ത്രിയുടെ സൗത്ത് ഇന്ത്യ അണ്ടർ ദി ചോളാസ് ബൈ K.A. നീലകണ്ഠ ശാസ്ത്രി. ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പുസ്തകം ബിപിൻ ചന്ദ്ര എഴുതിയതാണ്. ആ പുസ്തകം ഉപകരിക്കും. ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ബിപിൻ ചന്ദ്ര. അടുത്തത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ മറ്റൊരു പുസ്തകമാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി. ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് രാമചന്ദ്ര ഗുഹയാണ്. രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന പുസ്തകം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയെക്കുറിച്ച് അറിയാൻ ഉപകരിക്കും. ദെൻ കേരള റെനൈസൻസ് കുറിച്ച് അറിയാൻ കേരള എ ഹിസ്റ്ററി ബൈ ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററി ഉപകരിക്കും. ദെൻ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോയാൽ ആൻഷ്യൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ അറിയാൻ എ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ബൈ ജെ.എം. റോബർട്സിൻ്റെ എ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഉപകരിക്കും. അതുപോലെ മിഡീവൽ യൂറോപ്പിലേക്ക് വന്നാൽ എ ഹിസ്റ്ററി ഓഫ് മിഡീവൽ യൂറോപ്പ് ബൈ R.H.C. ഡേവിസിൻ്റെ എ ഹിസ്റ്ററി ഓഫ് മിഡീവൽ യൂറോപ്പ് എന്ന പുസ്തകം ഉപകരിക്കും. മോഡേണിലേക്ക് വരികയാണെങ്കിൽ ദി പെൻഗ്വിൻ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ബൈ ജെ.എം. റോബർട്സിൻ്റെ ദി പെൻഗ്വിൻ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്ന പുസ്തകം ഉപകരിക്കും. ദെൻ ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് റിസർച്ച് മെത്തഡോളജിയിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫി ആൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ എന്ന പുസ്തകം ഏണസ്റ്റ് ബ്രൈസാച്ചിൻ്റെയാണ്. അത് ഉപകരിക്കും. ഹിസ്റ്റോറിയോഗ്രാഫി ആൻഷ്യൻ, മിഡീവൽ ആൻഡ് മോഡേൺ ബൈ ഏൺസ്റ്റ് ബ്രൈസാച്ച്. മറ്റൊന്ന്
സതീഷ് ചന്ദ്രയുടെ റിസർച്ച് മെത്തഡോളജി ഇൻ ഹിസ്റ്ററി. റിസർച്ച് മെത്തഡോളജി ഇൻ ഹിസ്റ്ററി. ദെൻ ജോഗ്രഫി, ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട മറ്റു പുസ്തകമാണ് ജോഗ്രഫി ഓഫ് ഇന്ത്യ ബൈ മാജിദ് ഹുസൈൻ. മാജിദ് ഹുസൈൻ്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം. മറ്റേ ദിലീപ് കെ ചക്രവർത്തിയുടെ മറ്റൊരു പുസ്തകമാണ് ആർക്കിയോളജിക്കൽ സോഴ്സസുകളെ കുറിച്ച് വ്യത്യസ്ത കാലഘട്ടത്തിൽ അറിയാൻ ഇന്ത്യൻ ആർക്കിയോളജി എ കോംപ്രഹെൻസീവ് ഇൻട്രൊഡക്ഷൻ. ഇന്ത്യൻ ആർക്കിയോളജി എ കോംപ്രഹെൻസീവ് ഇൻട്രൊഡക്ഷൻ ബൈ ദിലീപ് കെ ചക്രവർത്തി. ദെൻ ആർട്ട് ആൻഡ് കൾച്ചറുമായി വന്നാൽ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ബൈ നിതിൻ സിംഗാനിയ. നിതിൻ സിംഗാനിയയുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന പുസ്തകം ഉപകരിക്കും. മറ്റൊരു പുസ്തകമാണ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ബൈ എ കെ വാർഡർ. എ കെ വാർഡറുടെ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന പുസ്തകവും ഉപകരിക്കും. മറ്റു ചില പുസ്തകങ്ങളാണ് കണ്ടംപററി വേൾഡിനെ കുറിച്ച് അറിയാൻ കണ്ടംപററി വേൾഡ് ഹിസ്റ്ററി ബൈ വില്യം ജെ ഡ്വിക്കർ ആൻഡ് ജാക്സൺ ജെ സ്പിൽവോഗൽ. അതുപോലെ ദി പെൻഗ്വിൻ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ 1947 ടു പ്രസൻറ്റ് രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയുടെ മറ്റൊരു പുസ്തകമാണ് ദി പെൻഗ്വിൻ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ 1947 ടു ദി പ്രസൻറ്റ്. ഇത്രയും പുസ്തകങ്ങളാണ് നമുക്ക് റെഫറൻസായി പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അങ്ങനെ മേജർ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. കുറച്ച് പുസ്തകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഡി കൊസാംബിയുടെയും RS ശർമ്മയുടെയൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അത് മറ്റുള്ള അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. താങ്ക് യു.